കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. താരേ, ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി അവർക്ക് ചെയ്തേ പറ്റൂ. അവിടെയും ശത്രുക്കളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് ഒളിച്ചോടും. ഓടാൻ തീരുമാനിച്ചാൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ തിരിഞ്ഞു നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ തീരുമാനിച്ചാൽ അതോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ജയിക്കാൻ പഠിക്കും. പിന്നെ ഏത് ശത്രു മുന്നിൽ നിന്നാലും ഭയം കാണില്ല. അതുകൊണ്ട് തൽക്കാലം അവർ അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഹലോ, ഇത് ഞാനാ ഡി കെ വിഘ്നേഷ്. അല്ല, കൊച്ചിയിൽ എന്താടാ നിനക്ക് പ്രശ്നം? എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഇതിനുള്ള മറുപടി ഫോണിലൂടെ അല്ല, നിന്റെ മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കളിക്കാൻ എന്നെ ഇറക്കരുത് നീ. എന്താ ഡി കെ ഇത്? നമ്മൾ തമ്മിലുള്ള കളിയിൽ നിയമങ്ങൾക്ക് എന്ത് സ്ഥാനം? ജയം മാത്രമല്ലേ ഉള്ളൂ. എന്നെ ജയിക്കാൻ നീ ഇനി ഒരു 100 ജന്മം ജനിക്കണം. പല ജന്മങ്ങളിൽ പലതായി ജനിച്ചു മരിച്ചാലും ഡി കെ ജയിക്കാൻ നിനക്കാവില്ല. എനിക്കറിയാം ഡി കെ, നീ കുറച്ച് കൂടിയായിട്ടോ. അതുകൊണ്ടാ ഞാൻ ഇതുപോലെ നിന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ല ഡി കെ, നിന്റെ ആൺമക്കള് വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി അല്ലേ? സാരമില്ല ഡി കെ. എവിടെയാടാ നീ? യെസ്, അത് മതി. തൽക്കാലം അവന്മാരെ ഒന്ന് ഭയപ്പെടുത്തിയാ മതി. അതെ. എടോ, ഒരു തരത്തിലുള്ള പെർമിഷനും അവർക്ക് കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് കിട്ടരുത്. അവരുടെ സൈറ്റുകളിൽ ചെന്ന് ഇപ്പോഴത്തേതുപോലെയുള്ള ചെറിയ ചെറിയ ബഹളങ്ങൾ, അടിപിടികൾ, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ അങ്ങ് നടത്തിയേക്കണം. അയ്യോ, കൊല്ലാനോ? വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ പാപമല്ലേ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, പറഞ്ഞതുപോലെ ചെയ്യാം. ശരി. അയ്യോ, ഇതാര്? ഡി കെ സാറോ? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. നേർക്ക് നേരെ നിന്ന് കളിക്കുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നീ ഒരാണാണെന്നായിരുന്നു ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. കൊച്ചിയിൽ നീ എന്റെ പിള്ളേരെ കയറി ഒന്ന് ചൊറിഞ്ഞു. ഇവിടെ നിർത്തിക്കോണം. ഇനി നിന്റെ ഒരാളെ എന്റെ പിള്ളേരുടെ പിന്നാലെ ചെന്ന് ഭയപ്പെടുത്തിയാൽ പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. അയ്യോ, എന്താ ഡി കെ ഇത്? ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചാ പോരാ, തെളിവ് വേണം, തെളിവ്. അഭിനയിച്ച് തകർക്കാൻ നിനക്ക് നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ബലത്തിൽ നീ ഇപ്പൊ എന്റെ കുട്ടികളുടെ സ്ഥാപനങ്ങളെ തളർത്താനും തകർക്കാനും നടത്തുന്ന നടപടികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ ധരിക്കരുത്. നിന്റെ ചിറക് ഞാൻ അരിയും. അതിനെനിക്ക് ആരെയും വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പാർട്ടിക്കാർ തന്നെ നിന്നോട് രാജി ആവശ്യപ്പെടും. കൊള്ളാം ഡി കെ, നിങ്ങളുടെ ഈ ഭാഷ, ധൈര്യം. പ്രതിയോഗിയെ അയാളുടെ മുന്നിൽ ചെന്ന് വെല്ലുവിളിക്കുന്ന ഈ ചങ്കൂറ്റം. ഈ അടുത്ത കാലത്ത് നിങ്ങളെപ്പോലൊരു നായകനെ ഞാൻ കണ്ടിട്ടില്ല ഡി കെ. പക്ഷെ ഡി കെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അമല.
എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ എനിക്ക് ജയിക്കണം. അവളുടെ പേരിലാണ് ഞാൻ തോറ്റത്. അവളുടെ പേരിൽ തന്നെ ജയിക്കാന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഇനി ഇതുപോലെ പലതും ഉണ്ടാവും. കഴിയുമെങ്കിൽ നീ തടയാൻ നോക്ക്. എന്റെയും കുടുംബത്തിന്റെയും സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. നിന്റെ ACPക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. എന്നെയും കുടുംബത്തെയും തകർക്കാൻ നീ ആ ACPയെ ആയുധമാക്കി. ഇപ്പൊ ആ കേസന്വേഷണത്തിൽ നിന്ന് അവളെ മാറ്റി. അതറിഞ്ഞിരിക്കുമല്ലോ നീ. ഇവിടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ നിന്റെ നാട്ടിലെ നിനക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ മുന്നിൽ നിന്നെ നിർത്തി തൊലിയുരിച്ച് കാണിക്കും ഞാൻ. മൈൻഡ് ഇറ്റ്. വിവരങ്ങളൊക്കെ അറിഞ്ഞു നാത്തൂനെ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. കണ്ണകന്നാൽ മനസ്സകന്നു എന്നല്ലേ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യണം നാത്തൂനെ? ആരോട് പറഞ്ഞാലാ കേൾക്കുന്നത്? പോയി വിളിക്കാൻ അവനോട് പറയാൻ പറ്റുമോ? തിരിച്ചു വരാൻ അവളോട് പറയാൻ പറ്റുമോ? എല്ലാവർക്കും വാശിയാ. അനുഭവിക്കട്ടെ. മൈ ലിറ്റിൽ കണ്ണ, നീ തന്നെ ഒരു പരിഹാരം. അങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച് രണ്ടുപേരെയും ഒന്നാക്കണം. അതിന് നാത്തും തന്നെ മുന്നിട്ടിറങ്ങണം. ജ്യോതി ചെയ്തത് ബുദ്ധിമോശം തന്നെ. പക്ഷേ അവള് ചെറുപ്പാ. അതിന്റെ ഒരു എടുത്തുചാട്ടമായിട്ട് ഇതിനെ അങ്ങ് കണ്ടാ മതി. അവളല്ല, ഏത് പെണ്ണായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. അവളെ പറഞ്ഞ് തിരുത്തി കൊണ്ടുവരുന്നതാ നമ്മുടെ മിടുക്ക്. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്ത്രം പ്രയോഗിക്കണമെന്ന്. ഞാൻ എന്തു വേണമെന്ന നാത്തും പറയുന്നേ? നാത്തുന്റെ പിറന്നാളിനെ ഇനി അധികം ദിവസമില്ലല്ലോ. ഓ, ഈ അവസ്ഥയിലെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊരു മൂഡില്ലെന്നേ. എന്നാലേ മൂഡ് ഉണ്ടാക്കണം. ബർത്ത്ഡേ നിർബന്ധമായി ആഘോഷിക്കണം. എല്ലാവരെയും വിളിക്കണം. കൂട്ടത്തിലെ അവളെയും കുടുംബത്തെയും കൂടി ക്ഷണിക്കണം. ഏയ്, അതൊന്നും നടക്കത്തില്ല നാത്തൂനെ. ജ്യോതി വിളിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. സമ്മതിപ്പിക്കേണ്ടത് നാത്തൂന്റെ മിടുക്കം. ഓക്കെ, അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എന്നിട്ട് DK തന്നെ വിട്ട് അവരെ ക്ഷണിക്കണം. നടന്നു തന്നെ. കേറാൻ പോകുന്ന കുരങ്ങിന് ഏണി ചാരി കൊടുത്തതുപോലെയാവും. ഇനി അവര് തമ്മിൽ വഴക്കുണ്ടായാലേ അതോടെ ലൈഫ് മുഴുവൻ ഡാമേജ് ആകും. എന്നാ പിന്നെ നാത്തുൻ തന്നെ ക്ഷണിക്കണം. കൂട്ടിനെ DKയും കൊണ്ടുപോകണം. പിറന്നാളിന് വിളിച്ച സുധാകരൻ നായരും ആശാലതയും എന്തായാലും വരും. ജ്യോതിവിന് എന്ത് ചെയ്യും? അവളും വരും. ആ സമയത്ത് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് അവരെ ഒന്നിപ്പിക്കണം. അതെങ്ങനെയാ? ആ ഹേമലതയെ കൊണ്ടൊന്ന് സത്യം തെളിയിച്ചാലേ തിരിച്ചു വരികയുള്ളെന്ന അവള് പറഞ്ഞിരിക്കുന്നത്. ആ, ഹലോ, ആരാ? ആണോ? എപ്പോ വന്നു? ഇങ്ങോട്ട് വരില്ലേ? എത്ര നാളായി വിളിച്ചിട്ട്? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. പറയാ. ശരി, ഓക്കെ. ആരാ വിളിച്ചത്? അതൊരു സർപ്രൈസാ. സർപ്രൈസോ? അതെ നാത്തുനെ, ഇനി ബർത്ത്ഡേ ധൈര്യമായിട്ട് ആഘോഷിക്കാം. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അതായിപ്പോ വിളിച്ചത്. ആരാ അത്? പറയാം. സരോവരത്തിന്ന് സുധാകരൻ നായർ വിളിച്ചായിരുന്നു.
നിന്റെ ഭാര്യയെ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ആ മതി, തുടങ്ങാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. അവളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നീ ബ്ലോക്ക് ചെയ്തെന്ന അവളുടെ പരാതി. അതുകൊണ്ട് സ്വന്തം ബിസിനസ് അവൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു മുമ്പായിരുന്നു അതിന്റെ ഇനാഗ്രേഷൻ. എന്തു അടിച്ചിരിക്കുന്നേ? ഇത് കേട്ട് ചിരിക്കാതെ പിന്നെ കരയണോ? പണ്ടത്തെ പോലെ 4 കേക്ക് ഉണ്ടാക്കി സ്കൂട്ടറിൽ കടകൾ തോറും കൊണ്ടു കൊടുക്കുന്നതായിരിക്കും ബിസിനസ്. ഒരു ദിവസം 4 കേക്ക് വിറ്റാൽ എന്ത് കിട്ടാനാ? അവൾ ഇതെല്ലാം ഡിക്കയോടുള്ള വാശിക്ക് ചെയ്യുന്നതാ. ഡിക്കയുടെ ഭാര്യ കേക്ക് കൊണ്ട് നാട്ടിലെ കടകളിൽ കയറിയിറങ്ങി നടക്കുന്നത് ഡിക്കയ്ക്ക് നാണക്കേടല്ലേ? നോ, ഒരു ബിസിനസ് സ്മോൾ അല്ല. കേക്ക് വിറ്റ് കോടീശ്വരന്മാരായ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ആര് പറഞ്ഞു? അമ്മയ്ക്ക് അവരെ ആരെങ്കിലും അറിയാവോ? നേരിട്ടറിയണ്ട, പേരെങ്കിലും അറിയാവോ? ഇപ്പോഴില്ല, പക്ഷെ നാളെ അറിയും. ജ്യോതി, അതായിരിക്കും ആ പേരല്ലേ? ഒരു ബിസിനസിനെയും ചെറുതായി കാണണ്ട. ഒരു പെട്രോൾ പമ്പിൽ ജോലിക്കാരനായി ജീവിതം തുടങ്ങിയ ഒരാള് ഇന്ന് ലോകം കീഴടക്കിയ ബിസിനസ്സുകാരനാ. കയ്യിൽ 100 രൂപയുമായി മാർക്കറ്റിലിറങ്ങിയ പലരും ഇന്ന് കോടീശ്വരന്മാരാ. കേക്ക് ബിസിനസ് ലോകത്തിൽ വിജയിച്ച ബിസിനസ്സാ. മറ്റാരുടെയെങ്കിലും കീഴിൽ അടിമയെപ്പോലെ ജോലി ചെയ്യുന്നതിലും നല്ലതാ സ്വന്തമായൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ജ്യോതി കേക്ക് ബിസിനസ് തുടങ്ങിയത് നല്ലതാണെന്നാണോ ഡിക്കെ പറയുന്നത്? വൈ നോട്ട്? സ്വന്തം ഭാര്യ പുതിയ ബിസിനസ് തുടങ്ങിയപ്പോ അവന്റെ അഭിമാനം കണ്ടില്ലേ? നോ, ഞാൻ ജനറലായി പറഞ്ഞതേ ഉള്ളൂ. പുറത്തു പോയവര് തന്നെയാ. ബേട്ടാ, നീ ഹീറ്റ് ആവണ്ട. കൂളാവ്. അതെ, കേക്ക് മഴക്കൊക്കെ പോട്ടെ. എനിക്ക് നിങ്ങളോടൊക്കെ വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു ഹാപ്പി കാര്യം. ഹാപ്പി കാര്യോ? അതെന്താ അമ്മേ? മൈ ഹാപ്പി ബർത്ത്ഡേ. ഇതൊരു ഗംഭീര ആഘോഷമാക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിനെന്താ സംശയം? ഈ വീടിന്റെ ഐശ്വര്യം അമ്മയല്ലേ. അമ്മയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിക്കണം. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ ബർത്ത്ഡേ പ്ലാൻ ചെയ്താലോ? നോ, അതൊന്നും വേണ്ട. ആഘോഷം ഈ അമരാവതിയിൽ വെച്ച് തന്നെ മതി. നമ്മുടെ ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ വിളിക്കണം. അപ്പോ ജ്യോതിയും കുടുംബത്തെയും വിളിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിക്കെ ചതച്ചിട്ട് പോയ ആരെയും ഫംഗ്ഷന് വിളിക്കണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാ. ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാ അത് സന്തോഷിക്കാനുള്ളതാ. ഡിക്കെക്കാണെങ്കിൽ ഇപ്പൊ അവളെ കാണുന്നതേ ഇഷ്ടമല്ല. അത് ശരിയാ, അവരെ ഒഴിവാക്കണം നമുക്ക്. നോ, ജ്യോതി ഈസ് മൈ മരുമകൾ. നാളെ അവള് പോവോ ഡൈവേഴ്സ് ആവോ എന്തുവല്ലോ ആവട്ടെ, അതുവരെ ജ്യോതി ഈ വീട്ടിലെ മരുമകൾ തന്നെയാ. അവളെ അവളുടെ കുടുംബത്തെ ക്ഷണിക്കണം. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ബർത്ത്ഡേ എന്റെയാ മൈ സൺ. ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹൗസിന്റെ മൊത്തം ഹാപ്പിയാടാ. അതിനെല്ലാരും വേണോടെ കണ്ണാ. അവള് വരട്ടെ. നീ അവളോട് മിണ്ടണ്ട, തീർന്നില്ലേ? ആ, അമ്മ പറഞ്ഞതാ ശരി. നോ, ശരിയല്ല. എന്നെ വിശ്വാസമില്ലാതെ പോയവൾ പിന്നെന്തിന് പിറന്നാൾ ആഘോഷിക്കാൻ ഈ വീട്ടിലേക്ക് വരണം? അവള് നിന്റെ വൈഫ് ആയതുകൊണ്ട് ഇരിക്കണ അവിടെ. എന്റെ പിറന്നാളിന് അവര് വേണം. അത് മാത്രല്ല,
അവരെ നീ തന്നെ പോയി വിളിക്കുകയും വേണം. നടന്നത് തന്നെ. എന്താടാ, നിനക്ക് പോയി വിളിക്കാൻ പറ്റത്തില്ലേ? പറ്റില്ല, അമ്മ തന്നെ പോയി വിളിച്ചാ മതി. ഓ, ഞാൻ തന്നെ പോയി വിളിച്ചോളാം. നിനക്ക് എന്നെ അവിടം വരെ കൊണ്ടുവന്ന് വല്ല വിരോധമുണ്ടോ? എടാ, നിനക്ക് എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ഒരു ഡ്രൈവറുണ്ട്. എനിക്കൊരു മകനും ഉണ്ട്. ഞാൻ ഡ്രൈവർ അല്ല. ഡ്രൈവറെ കൂട്ടി ഞാൻ പോകത്തില്ല. അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയാലോ. എനിക്കങ്ങനെ പലതും അറിയാം. പക്ഷേ എന്റെ കൂടെ നീ വന്നേ പറ്റൂ. ഇല്ലെങ്കിലേ എന്റെ പിറന്നാളിനെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ പിറന്നാളിന് അമ്മയ്ക്ക് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം അമ്മ? എന്റെ മോനെ വിശ്വാസമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവൾക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുക. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. ഡിവോഴ്സ് ആണോ? ചിലപ്പോ അതും ആകും. പക്ഷേ അവളുടെ ജന്മത്ത് അവക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സർപ്രൈസ്. അതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിരിക്കും. അതുകൊണ്ടേ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ദിസ് ഈസ് മൈ ഓർഡർ. സുപ്രിയ, അമ്മ ആവശ്യമില്ലാത്ത പിടിവാശി കാണിക്ക. പിറന്നാളിന് അവരെ വിളിക്കണമെന്ന് അമ്മയ്ക്ക് എന്ത് ഇത്ര വാശി? കൂടെ ഞാൻ ചെല്ലണം പോലും. എന്തിന്? അവിടെ പോയി നാണം കെടാനോ? ഞാൻ അവളെ തിരികെ വിളിക്കാൻ ചെന്നു എന്ന് ആ ബേക്കറിക്കാർ നാളെ പറഞ്ഞു കൊടുക്കില്ലേ? അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കൂടെ ഡ്രൈവറായിട്ട് കൂട്ടുപോകണോ? താൻ എന്തു പറയുന്നു? ഞാൻ പോണോ? പിറന്നാളിൽ നിന്ന് അവളെ മാറ്റി നിർത്തണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അമ്മ അവൾക്കൊരു സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തായിരിക്കും അത്? അതോ ഇനി അമ്മയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്ലാനാണോ? അതിനാണോ ഈ പിറന്നാൾ ഗംഭീരമാക്കണമെന്ന് അമ്മ വാശി പിടിച്ചത്? പിറന്നാളിന്റെ മറവിൽ എന്നെ ആ ബേക്കറിക്കാരിയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള പ്ലാനെങ്ങാനും ആണോ? അതെന്താ, ഒന്നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അതൊക്കെയുണ്ട്. കോളേജിലല്ല, സ്കൂളിലാ. ഒന്ന് പോടാ കളിയാക്കാതെ. അമ്മേ, എന്തട കണ്ണാ? എന്റെ അമ്മ എന്നും ഈ ചെറുപ്പത്തോടെയും സൗന്ദര്യത്തോടെ ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ ഏത് ആഗ്രഹം നടത്തിത്തരാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മേ, എന്നട കണ്ണാ? അതേ, പിറന്നാളിന് അമ്മ ജ്യോതിക്ക് കൊടുക്കാൻ എന്ത് സർപ്രൈസാ കരുതി വെച്ചിരിക്കുന്നേ? അതേ, അതുണ്ടല്ലോ, അത് സുപ്രിയ പറയും. അവൻ സർപ്രൈസ് അറിയാൻ വന്നിരിക്കുന്നു.